ഇവളുടെ ഇരിപ്പും ഭാവവും കണ്ട ഞാനും ഏട്ടനും ഇവളുടെ വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന പോലുണ്ട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വട്ടായതാണെന്നാ തോന്നുന്നത്. എന്താടി, എന്നെ ഇവിടുന്ന് എങ്ങനെ കെട്ടുകെട്ടിക്കാന്ന് ആലോചിക്കാണോ? അതിനാലോചിക്കാൻ എന്തിരിക്കുന്നു? ഇത് ഞങ്ങളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. ഞങ്ങള് വീടൊഴിഞ്ഞാ പിന്നെ നിനക്കും വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? ഓ, അതായിരുന്നോ ഇത്ര നേരം ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നേ? എന്തായാലും ആങ്ങളെയും പെങ്ങളും കൂടി ഒന്ന് ഇറങ്ങി നോക്ക്. അപ്പ കാണാം ഞാൻ എവിടേക്കാ വന്ന് കേറുന്നതെന്ന്. എത്രയായി? 70. ചന്ദ്രേ, റാണി, ആ ഡേസി പണി പറ്റിച്ചു. ശിവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡേസിയെ കൊല്ലാൻ നോക്കിയെന്ന കേസ്. ഇതെന്ത് ന്യായോ? കൊല്ലാൻ നോക്കിയത് ഏട്ടനെ ഉപദ്രവിച്ചതും ഇവളല്ലേ? പിന്നെങ്ങനെ ഏട്ടന്റെ പേര് കേസാവും? കേസ് കൊടുക്കുന്ന പെണ്ണാണെങ്കിലേ സംഗതി ജാമ്യല്ല മോളെ. സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതേ ബോധപൂർവം ആണെങ്കിൽ ശിക്ഷ കൂടും. ഇവിടെ ശിവൻ ഉപദ്രവിച്ചത് ബോധപൂർവം ആണ്. 2, സ്ത്രീത്വത്തെ അപമാനിക്കൽ. സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ പെരുമാറുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ജാമ്യം കിട്ടില്ല. 1 വർഷം മുതൽ 5 വർഷം വരെ തടവിനും സാധ്യതയുണ്ട്. ഇത് എവിടുത്തെ ന്യായോ? സ്ത്രീ പുരുഷനെ ആക്രമിച്ചാലും കേസ് വരുന്നത് പുരുഷനെതിരെ. നീ അപ്പൊ കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി? നിന്റെ ചേട്ടനെ സപ്രമഞ്ച കട്ടിലിരുത്തി വെഞ്ചാമരം കൊണ്ട് വീശി ഉറക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്നോ? എനിക്ക് കിട്ടാത്തത് ഒരാൾക്കും കിട്ടണ്ട. ചന്ദ്രൻ റോഡിൽ കൂടെ തല്ലി ചവച്ചോണ്ടാ ശിവേട്ടനെ അവര് കൊണ്ടുവന്നത്. ആ സോമശേഖരൻ പോലീസുകാരനാ എല്ലാത്തിനും മുന്നിൽ നിന്ന് കളിക്കുന്നത്. നീ ഇപ്പൊ പോലീസിനെയും കൂടി വിലക്കെടുത്തിട്ടാ ഇവിടെ ഇരിപ്പിരിക്കുന്നല്ലേ? നിന്റെ ചേട്ടനെ 2 അടിയുടെ കുറവുണ്ടായിരുന്നു. ഏതായാലും ആ കുറവ് ഇന്നവര് നികത്തും. ഇത്രയ്ക്ക് ദുഷ്ടാവരുത് ഡേസി. ഒന്നുമില്ലെങ്കിൽ കുറെ നാൾ സ്നേഹിച്ചോടെ നടന്നല്ലേ? അതെ, സ്നേഹിച്ചു നടന്ന. അതില് എനിക്ക് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നതേ അവനാ. അതിനുള്ള കൂലി അവന് കിട്ടണം. ശിക്ഷ കിട്ടിക്കഴിയുമ്പോ ചിലപ്പോ അവൻ നന്നായാലോ. ചന്ദ്രേ, നീ ഇത് ആരോടെ ഇതൊക്കെ പറയുന്നത്? മനസാക്ഷി എന്നൊന്നും ഇവക്കുണ്ടായിരുന്നെങ്കിൽ ഇവളിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? അതെ, അവളിവിടുന്നൊക്കെ വീട്ടിൽ പോയി വിളിച്ചാ മതി. എന്നെ വിളിക്കാൻ നിക്കണ്ട. ചന്ദ്രേ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ആരെങ്കിലും കണ്ട് ശിവേട്ടനെ അവിടെ നിന്ന് ഇറക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോവേണ്ടത്, മറ്റൊരു സ്ഥലത്തേക്ക്. ശിവേട്ടനെ രക്ഷിക്കാൻ അവിടം കൊണ്ടേ നടക്കൂ.